നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ. എൻ്റെ സ്ഥലം വന്നിട്ട് കഴക്കൂട്ടമാണ്. ഞാനിപ്പോൾ ഡോഗ് ബ്രീഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഊളിക്കോട്ടിൽ അസ്കിയിൽ ഊളിക്കോട്ട് വരുന്ന ഒരു ബ്രീഡാണ്. വൈറ്റ് കളറാണ്, സ്നോ വൈറ്റ് എന്ന് പറയും ഇതിൻ്റെ കളറിൻ്റെ പേര്. ഇവൻ 2.5 വയസ്സായ മെയിലാണ്. ഇവൻ ഡയറക്റ്റ് തായ്ലാൻഡ് ഇമ്പോർട്ട് ആണ്. ഇവൻ്റെ പപ്പീസും ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക്. ഹസ്കി എന്ന് പറഞ്ഞാൽ പൊതുവേ ക്വൈറ്റാണ്, നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ഡോഗാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെയർ നമ്മളുടെ വീക്കിലി ട്വൈസ് എങ്കിലും ബ്രഷ് ചെയ്യേണ്ടി വരും. അതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ഈ വൈറ്റനിങ് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, വൈറ്റനിങ് കളർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നല്ല സ്നേഹമാണ് ആൾ. വീടിനകത്താണ്, എൻ്റെ ബെഡിലാണ് കൂടെ കിടക്കുന്നത്. ചിലവർ പറയും AC വേണം, ഐസ് വേണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇത് വീടിനകത്ത് ഫാനിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷ് ചിക്കനാണ് കൊടുക്കുന്നത്. ഫ്രീസറിൽ വെച്ചാൽ ഫ്രീസാക്കിയിട്ട് ചിക്കൻ ആണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ ഡ്രൈ ഫുഡ് കൊടുക്കും, ഒരു 300 ഗ്രാം കൊടുക്കും. ഉച്ചയ്ക്ക് വന്നിട്ട് കേട് കൊടുക്കും, തൈര് കൊടുക്കും. പിന്നെ ഈവനിങ് വന്നിട്ട് ഫ്രഷ് ചിക്കൻ, അതായത് നമ്മൾ അതായത് വേവിക്കാത്ത ചിക്കനാണ്, ഫ്രഷ് ചിക്കനാണ് കൊടുക്കുന്നത്. ഇവർ പൊതുവേ ലാബിനെ പോലെയൊക്കെ തന്നെ, എന്നാലും അത്രയ്ക്ക് ഇതല്ല. നമുക്ക് വീട്ടിലുള്ളവരുമായിട്ട് നല്ല കമ്പനിയാണ്. പുറത്തുനിന്നുള്ളവർ വരുവാണെങ്കിൽ ചെറിയൊരു അഗ്രഷൻ കാണിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ലാബിൻ്റെ അത്ര ഇതല്ല. ഇവൻ്റെ പേര് സ്നോ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് വന്നിട്ട് വൈറ്റ് കളറ് പൊതുവേ ഇന്ത്യയിൽ അധികം കുറവാണ്. ഇന്ത്യയിൽ പൊതുവേ ആരുടെയിലും ഇല്ല വൈറ്റ് കളർ. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പേടിക്കും. ബ്ലൂ ഐസാണ്, നല്ല ഇച്ചിരി ഇതുള്ള ഷോ പൊട്ടൻഷ്യലുള്ള ഡോഗാണ്. ബ്ലൂ ഐസിന് ഡിമാൻഡ് കൂടുതലാണ്. അതായത് ഇതിൽ ഓഡൈസ് വരും. അതായത് ഒരു കണ്ണ് വന്നിട്ട് ബ്ലൂ ഐസും വരും, ഒരു കണ്ണ് നോർമൽ ഐസും വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഡിമാൻഡ് കുറവാണ്. പിന്നെ രണ്ടും നോർമൽ ഐസ് വരും, ബ്രൗൺ കളർ ഐസ് വരും, അതിന് ഡിമാൻഡ് കുറവാണ്. ബ്ലൂ ഐസിനാണ് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞ് ഇരിക്കുന്ന സ്ഥിതിക്ക് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 35,000 രൂപ വെച്ചാണ് ഇവൻ്റെ പപ്പീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി കൊടുക്കുന്നത് 50, 60 ആ റേഞ്ചിനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ പിന്നെ പൊതുവേ ഡോഗ് മാർക്കറ്റ് ഇച്ചിരി പെറ്റ്സിൻ്റെ തന്നെ ഒത്തിരി ഡള്ളാണ്, സെയിൽ കുറവാണ്. കേരളത്തിൽ പൊതുവേ ഇവന് വൈറ്റ് കളർ ആയതുകൊണ്ട് ഈ പൊതുവെ എല്ലാവരും പെട്ടെന്ന് മേടിക്കും, സാധനം പെട്ടെന്ന് മേടിക്കും. ഇത് ഇച്ചിരി റെയറായിട്ടുള്ള സാധനം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ മേടിക്കും. എനിക്ക് ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ ഒത്തിരി ക്യൂട്ടാണ്, കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി ക്യൂട്ടാണ്. മെയിൻലി എനിക്ക് ഇവൻ്റെ കണ്ണാണ് ഭയങ്കര ഇഷ്ടം. വീട്ടിലായിരുന്നാലും അമ്മയ്ക്കും അച്ഛനും അതാ ഇഷ്ടം. കണ്ണ് കണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് തന്നെ, കുഞ്ഞിലേലേ കണ്ണ് കണ്ടിട്ടാണ് എടുക്കുന്നത്. എനിക്ക് പുറത്ത് വേറെ ഫ്രണ്ട്സൊന്നുമില്ല, ഞാൻ പെറ്റ്സുമായിട്ട് തന്നെ കളിക്കുന്നത്, വേറെ പുറത്തൊന്നും പോകത്തില്ല. ഇവരെയും കൊണ്ടാണ് എല്ലായിടത്തും എവിടെ പോയാലും ഇവരെയും കൊണ്ട് പോകും. ശിവാവ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് ഫീമെയിൽ ഡോഗാണ്, 2.5 വയസ്സായി. ഇവളുടെ പേര് മിയ എന്നാണ്. ഇവരാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഡോഗ് എന്നറിയപ്പെടുന്ന. ഇവരുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ പൊതുവേ നല്ല ഇച്ചിരി വയലൻ്റ് ആയിട്ടുള്ള ഡോഗാണ്. ഇപ്പം ഇവൾ ഓൾറെഡി ട്രെയിൻഡ് ആയതുകൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി വയലൻ്റാണ്. ഇച്ചിരി കടിക്കുന്ന ഡോഗാണ്, ഭയങ്കര പേടിയാണ്. ആൾക്കാരൊക്കെ തൊടാൻ വരുമ്പം ഇച്ചിരി ഷിവറിങ് ഉള്ള ഡോഗാണ്, അതുകൊണ്ട് കടിച്ചു പോകുന്നതാണ്. ഇത് പൊതുവേ എല്ലാ സെലിബ്രിറ്റീസും ഇഷ്ടപ്പെടുന്ന ഒരു ഡോഗാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലാറ്റിനകത്ത് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡോഗാണ്. മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടുള്ള ഡോഗാണ്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതിപ്പം ഫുഡിനായിരുന്നാലും നല്ല ലോ മെയിൻ്റെനൻസ് ഉള്ള ഒരു ഡോഗാണ് ചിവാവ. ഇതിലെന്ന് വെച്ചാൽ ട്രൈ കളർ വരുന്നുണ്ട്, ബൈ കളർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് ടാൻ വരുന്നുണ്ട്. ഇതിൽ മാർക്കറ്റ് കൂടുതൽ ഈ കളറിനാണ്. പിന്നെ പ്യുവർ വൈറ്റും വരുന്നുണ്ട്. പ്യുവർ വൈറ്റിനും ഇച്ചിരി മാർക്കറ്റ് കൂടുതലാണ്. ഇതിപ്പം ട്രൈ കളറാണ്. ഇപ്പോൾ 2.5 വയസ്സായി. ഇതിപ്പം 1 ലിറ്റർ കഴിഞ്ഞതാണ്. ഒരു പപ്പി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇവർ പൊതുവേ C-സെക്ഷൻ ഡോഗാണ്. ഇവൾക്ക് C-സെക്ഷൻ ആയിരുന്നു. C-സെക്ഷൻ അല്ലാണ്ട് കുഞ്ഞ് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ബ്രീഡിന് വരത്തില്ല. പിന്നെ വരും കുറച്ചുകൂടെ വലിയ, ഇത് കോമ്പാക്ട് സൈസാണ്, തീരെ കോമ്പാക്റ്റ് ഒറിജിനൽ സൈസാണ്. ഇപ്പോൾ ഇവിടെ പൊതുവേ കേരളത്തിലൊക്കെ ഇച്ചിരി കൂടെ ബൾക്കി സൈസ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ
സെക്ഷൻ അല്ലാണ്ട് ഡെലിവറി നടക്കുന്നുണ്ട്. ഭക്ഷണം ഇവർക്ക് ഡെയിലി ഒരു നമ്മൾ ഇച്ചിരി ഒരു അതായത് ഇച്ചിരി ഒരു ഇപ്പോൾ ഡ്രൈ ഫുഡാണെങ്കിൽ ഒരു 10-12 ഡ്രൈ ഫുഡ് അതേ ഡെയിലി കഴിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കത്തില്ല. പിന്നെ ചിക്കൻ വന്നിട്ട് ഇച്ചിരി ഒരു നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പിടി, അതാണ് നമ്മുടെ കണക്ക്. ഒരു പിടിയാണ് കൊടുക്കുന്നത്, അതിൽ കൂടുതൽ കൊടുക്കത്തില്ല. ഭയങ്കര സ്നേഹമുള്ള ഡോഗാണ്. പക്ഷേ ആദ്യമൊക്കെ ഇച്ചിരി പേടിയായിരിക്കും. നമ്മൾ കൊണ്ടുവന്നപ്പോൾ നല്ല പേടിയായിരുന്നു, കുഞ്ഞിലേക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പേടി മാറ്റിയെടുത്തതാണ്. നമ്മൾ അതേ കണക്ക് ഡെയിലി വാക്കിംഗ് കൊടുത്ത് ബീച്ചിലൊക്കെ കൊണ്ടുപോകും, നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകും ഡോഗിനെ. നമ്മൾ പോട്ടി ട്രെയിനിങ് കൊടുത്തതാണ്. ഇപ്പം കൂട്ടിനകത്ത് കേജിനകത്തൊന്നും മോഷനൊന്നും പോകത്തില്ല, എല്ലാം പുറത്താണ്. ടോയ്ലറ്റ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. ഇപ്പോഴേ മാർക്കറ്റ് വാല്യൂ 25 to 35 വരെ പോകുന്നുണ്ട്. ഇപ്പം നേരത്തെ 50,000 ആയിരുന്നു. ഇപ്പം ഇതായതുകൊണ്ട് 25 to 35 വരെ പോകും. ഇവർ അക്കിത്ത എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇവരുടെ ഒറിജിൻ വന്നിട്ട് അമേരിക്കൻ അക്കിത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പൊതുവേ ഇച്ചിരി വയലൻ്റ് ആയിട്ടുള്ള ഡോഗാണ്. ഇവളിപ്പോൾ നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വയലൻ്റാണ്, പൊതുവേ വയലൻ്റാണ്. ആൾക്കാരൊക്കെ ഇച്ചിരി കടിക്കുന്നൊരു ഡോഗാണ്. ഇപ്പം നമ്മളിവളെ ട്രെയിൻ ചെയ്ത് ഷോയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൾ ചാമ്പ്യനാണ്, ഓൾറെഡി 2-3 ഷോയിൽ വിൻ ചെയ്ത ഡോഗാണ്. ഇവളുടെ പേര് വന്നിട്ട് ക്രിസ്റ്റീനി എന്നാണ് വിളിക്കുന്നത്. ഇപ്പം 11 മാസമായി. ഇത് കണ്ടു കഴിഞ്ഞാൽ അസ്കിന്ന് ചിലവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് അസ്കിയും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ അമേരിക്കനാണ്, മറ്റേത് സെർബിയനാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുള്ള ഡോഗാണ്. ഇവർ പെർഫെക്റ്റ്ലി ഗാർഡ് ഡോഗ് തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ ഓണറിനെ സംരക്ഷിക്കുന്ന ഒരു ഡോഗാണ്. അറ്റാക്കിംഗ് മൈൻഡുള്ള ഒരു ഡോഗാണ്. പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞു കുട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡോഗാണ്. രാവിലെ വന്നിട്ട് ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് കേട് കൊടുക്കും, ഈവനിങ് വന്നിട്ട് ചിക്കനും വിത്ത് റൈസാണ് കൊടുക്കുന്നത്. ഇവർക്കെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഒന്നും പ്രശ്നമല്ല, അസ്കിനെ പോലെയൊന്നുമല്ല, ഫാൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിൽ ഇച്ചിരി മെയിൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളത് ഇപ്പം ട്രിവാൻഡ്രത്തേ ഉള്ളൂ. ഒരു മെയിൽ നിൽപ്പുണ്ട്, ഡയറക്റ്റ് റഷ്യൻ ഇമ്പോർട്ടാണ്. പൊതുവേ ഇവരുടെ കളർ വന്നിട്ട് കളർ മാർക്കിങ് ഇങ്ങനെ ആയിരിക്കണം. അതായത് 4 കാലും വൈറ്റ് ആയിരിക്കണം. പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് ടെയിലിൻ്റെ ടിപ്പിൽ വന്നിട്ട് വൈറ്റ് കളർ വേണം. പിന്നെ ഈ ഷെയ്ഡ് ഉണ്ടായിരിക്കണം. അതാണ് പെർഫെക്റ്റ് അക്കിത്തയുടെ മാർക്കിങ്. പിന്നെ ഒരു 3 കളർ വേണം, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ. പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്, പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, ഫുൾ ഗ്രേ വരുന്നുണ്ട്. അതിനൊക്കെ ഇച്ചിരി ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ഇതിനാണ് കറക്റ്റ് മാർക്കിംഗ് ഉള്ള ഡോഗ്. അപ്പം ഇതിന് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പോൾ വന്നിട്ട് 55,000 വരെ ഇപ്പം ഈ കണ്ടീഷനിൽ നമുക്ക് വിൽക്കാൻ പറ്റും. നേരത്തെ 85,000-80,000 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഇവിടെ ഇപ്പം ചിലവർ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ബ്രീഡ് കാണുമ്പോൾ തന്നെ പേടിക്കും, ഇത് കടിക്കുന്ന ഡോഗാണോ എന്നൊക്കെ ചോദിക്കും. ആരും അടുത്തൊന്നും വരത്തില്ല. ഇതിൻ്റെ അടുത്തൊന്നും പെട്ടെന്നൊന്നും ആരും അടുത്ത് വരത്തില്ല. ഈ ബ്രീഡിൻ്റെ പേര് കേട്ടാൽ തന്നെ ആൾക്കാർ പേടിക്കും. യൂട്യൂബിലൊക്കെ പല വീഡിയോകൾ കണ്ടിട്ടേ. പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഫീൽഡിലും അമ്മയും അച്ഛനോട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. എനിക്കെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നും കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം അതാ. നമുക്ക് ഡോഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല. പുറത്ത് വേറെ ഒരു ദുശീലങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ഡോഗ്സ് മാത്രമാണ്. എൻ്റെ കയ്യിൽ മൊത്തം 56 ഡോഗുണ്ട്.